വെളിപാട് 8-ാം അധ്യായം. 7-ാം മുദ്ര. ധൂപകലശം. അവൻ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിനു മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിന്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതന്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണറുകളും ഭൂമി കുലക്കവും ഉണ്ടായി. 4 കാഹളങ്ങൾ. 7 കാഹളങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി. 1-ാമൻ കാഹളം മുഴക്കി. അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി. അത് ഭൂമിയിൽ പതിച്ചു. ഭൂമിയുടെ 1/3 ഭാഗം വെന്തിരിഞ്ഞു. വൃക്ഷങ്ങളിൽ 1/3 കത്തി ചാമ്പലായി. പച്ചപ്പുല്ല് മുഴുവനും കത്തി എരിഞ്ഞുപോയി. 2-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. തീ പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ കടലിന്റെ 1/3 രക്തമായി. കടലിലെ ജീവജാലങ്ങളിൽ 1/3 ചത്തുപോയി. 1/3 ഭാഗം കപ്പലുകളും നശിപ്പിക്കപ്പെട്ടു. 3-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തു നിന്ന് അടർന്ന് നദികളുടെ 1/3 നീരുറവകളിന്മേലും പതിച്ചു. ആ നക്ഷത്രത്തിന്റെ പേര് തിക്തകം. അത് വീണപ്പോൾ ജലത്തിന്റെ 1/3 തിക്തകമായി. ഈ ജലത്താൽ അനേകം പേർ മൃതി അടഞ്ഞു. കാരണം അത് കയ്പുള്ളതാക്കപ്പെട്ടിരുന്നു. 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യന്റെ 1/3 ചന്ദ്രന്റെ 1/3 നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ 1/3 ഇരുണ്ടുപോയി. പകലിന്റെ 1/3 ഇരുണ്ടുപോയി. അതുപോലെ തന്നെ രാത്രിയുടെ 1/3. പിന്നെ മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അത് ഇങ്ങനെ വിളിച്ചു പറയുന്നതും കേട്ടു. ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന 3 ദൂതന്മാരുടെ കാഹളധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം, ദുരിതം, ദുരിതം.